ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ യമുന ടേപ്പ് റെക്കോർഡ് എടുത്തുകൊണ്ട് വരികയാണ്. അതില് നാരായണേട്ടൻ കൊണ്ടുവന്ന കാസറ്റ് ഇടുക. അതിൽ നിന്ന് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്നുള്ള പാട്ടാണ് കേട്ടോ ഒഴുകി വരുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും തന്റെ അച്ഛന്റെ ഓർമ്മകളിലേക്ക് മക്കളെല്ലാം ചേക്കേറുകയാണ്. ശാരദയ്ക്ക് തന്റെ പ്രിയപ്പെട്ട അരവിന്ദേട്ടനും ഒപ്പമുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക. അരവിന്ദന് ഏറ്റവും ഇഷ്ടമുള്ള ഗാനമായിരുന്നു ഇത് എന്ന് നാരായണേട്ടൻ പറയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലും അരവിന്ദനും ഒപ്പമുള്ള നിമിഷങ്ങളാണ് കടന്നു വരുന്നത്. രാധമ്മയുടെ മനസ്സിലേക്ക് തന്റെ മകനുമായിട്ട് താൻ പിണങ്ങി മുറ്റത്ത് പോയിരുന്നപ്പം തനിക്ക് തണുക്കുമെന്ന് കരുതി കമ്പിളിപ്പൊതുപ്പും എടുത്ത് പിന്നിൽ നിന്ന് തന്നെ പൊതിഞ്ഞു പിടിച്ച അരവിന്ദന്റെ ചിത്രം മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ ഓർമ്മയിൽ രാധമ്മ നിന്ന് കരയാം. ഇതേസമയം ശാരദയുടെ മനസ്സിലും അരവിന്ദൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം തന്റെ കൈയും പിടിച്ച് ആ മലയോര പ്രദേശങ്ങളിലൂടെ നടന്നതൊക്കെ ഓർമ്മകളിലേക്ക് കടന്നു വരികയാണ്. തന്നെ ഒരു പൊട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞതും ഒക്കെ ഓർമ്മ വരിക. അതുപോലെ ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വർണത്തിന്റെ നെറ്റിച്ചുട്ടി അച്ഛൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുത്ത ഓർമ്മകളാണ് കേട്ടോ. കാവേരിയുടെ മനസ്സിൽ കടന്നു വരുന്നത് അവള് അച്ഛൻ പോയ ഓർമ്മയിൽ നട്ടുവെച്ച ആ പേരമരം വളർന്നത് അച്ഛനെ കാണിക്കുന്നതും തന്റെ അച്ഛൻ അതിനെപ്പറ്റി തന്നോട് സംസാരിക്കുന്നതും ഈ കുടുംബത്തെ എൻ്റെ മോള് നോക്കുമെന്ന് പറഞ്ഞ വാക്കുകളും ഒക്കെയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. നീളയുടെ മനസ്സ് നിറയെ അച്ഛനുമൊത്തുള്ള ഓർമ്മകൾ ഓരോന്നും കടന്നു വരികയാണ് കേട്ടോ. നീ ഒരു IAS കാരിയായി മാറില്ലേ, കളക്ടർ ആവില്ലേ എന്നുള്ള അച്ഛന്റെ ചോദ്യം യമുനയുടെ ചെവികളിൽ മുഴുങ്ങി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും അരവിന്ദന്റെ ഓർമ്മകളിലേക്ക് പോകുന്ന കാണുന്ന നാരായണേട്ടൻ പറയും, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുക. കടങ്ങൾ തീർത്ത് എന്നേക്കുമായിട്ടുള്ള ഇറക്കമല്ല കേട്ടോ ഇത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, മക്കൾ വിളിക്കണം, എന്ത് കാര്യമാണേലും പറയണം എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ പെരുമാറിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത്. അരവിന്ദേട്ടന്റെ വീട് അന്വേഷിച്ച് വരാനുള്ള മനസ്സ് കാണിച്ചല്ലോ, അതിലും വലിയ സന്തോഷമൊന്നും ഞങ്ങൾക്കില്ല, എന്നും ഓർമ്മയിലുണ്ടാകും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയല്ല, ഗൾഫുകാരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണോ? ഗൾഫുകാരുടെ എല്ലാവരുടെ മക്കള് പരസ്പരം എല്ലാവർക്കും സ്വന്തമാ. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. എന്ത് കാര്യമുണ്ടെങ്കിലും മക്കൾ വിളിച്ചു പറയണം, ഒരു മടിയും വിചാരിക്കേണ്ട എന്നും പറഞ്ഞ് നമ്പറൊക്കെ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തെ യാത്ര അയക്കാൻ എന്ന പോലെ കാവേരിയും പിന്നാലെ ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ കാവേരി പിന്നാലെ ചെന്നിട്ട് ചോദിക്കും, അത് അങ്കിളെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ മോളെ? അച്ഛൻ അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അങ്കിളിന് അറിയാവോ എന്ന് ചോദിക്കുക. ഏയ്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു കമ്പനിയിലായിരുന്നില്ലേ? അച്ഛനപ്പം ജോലി സംബന്ധമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവിടെ കമ്പനി മാനേജ്മെന്റിനൊക്കെ അരവിന്ദന് വലിയ കാര്യമായിരുന്നു. അത്രയ്ക്ക് നല്ല പെരുമാറ്റമല്ലേ അവൻ്റേത്. ഇനി മടങ്ങി വരുമ്പം അവന് പ്രമോഷൻ കൊടുക്കാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴല്ലേ പെട്ടെന്നുള്ള അവൻ്റെ ഈ മരണം സംഭവിച്ചത്. അപ്പം ശമ്പളമൊന്നും ഇന്നേ വരെ മുടങ്ങിയിട്ടില്ല. ഏയ്, ഒരിക്കലുമില്ല. ശമ്പളമൊക്കെ ആ കമ്പനി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഇത്ര കൃത്യതയോടെ പറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഞാനും അരവിന്ദനും എല്ലാ മാസവും ഒരുമിച്ചല്ലേ കാശ് നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവന് കാശ് അയക്കുന്ന കാര്യമൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഒരു മാസം പോലും മുടങ്ങാതെ അച്ഛൻ ഇങ്ങോട്ട് കാശ് അയച്ചിട്ടുണ്ടല്ലേ? അതെ, അരവിന്ദൻ വരുന്ന മാസത്തിന് തൊട്ടു മുന്നേ വരെ എല്ലാ മാസവും അടച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അരവിന്ദൻ അങ്ങനെ ഒരു കാര്യത്തിലും മാറ്റം ചിന്തിക്കുന്ന ആളല്ല. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നിങ്ങൾ എല്ലാവരുടെയും കല്യാണം, പിന്നെ ഇവിടെ ഒരു തോട്ടം മേടിക്കുന്ന കാര്യം. ആ തോട്ടം മേടിച്ചിട്ടുണ്ടാവുമല്ലേ? എനിക്കതൊന്ന് കാണണമെന്നുണ്ട്. അവൻ്റെ വലിയ സ്വപ്നമായിരുന്നു തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വീട്, എന്നിട്ട് ആ വീടുകൾക്ക് ഓരോന്നിനും മക്കളുടെ പേരിടണമെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് വെറുതെ ആണേലും പറയും, നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വന്ന് താമസിക്കണമെന്നൊക്കെ. ഇടയ്ക്കൊക്കെ ഒരു വെക്കേഷൻ പോലെ നമുക്കതൊരു വൃദ്ധസദനം പോലെ നടത്താടാ എന്നൊക്കെ സ്നേഹത്തോടെ പറയായിരുന്നു. അവൻ്റെ ആ വാക്ക് വെറുതെ അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിൽ ആരിങ്ങോട്ട് വന്നാലും അത്ര സ്നേഹത്തോടെ അവന് ഇങ്ങോട്ട് സ്വീകരിക്കും എന്ന് പറയും ഒക്കെ നാരായണേട്ടൻ പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പം കാവേരിക്ക് തൻ്റെ അച്ഛനെ ഓർത്തോ ഒരുപാട് അഭിമാനം തോന്നുക. അപ്പം അങ്കിള് പറയുന്ന എല്ലാ മാസവും കാശ് അയച്ചിട്ടുണ്ടെന്ന് തന്നെയാണല്ലേ? അതെ, കാശൊക്കെ അയച്ചിട്ടുണ്ടല്ലോ മോളെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, അരവിന്ദൻ മേടിച്ച ആ തോട്ടം എനിക്കതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറയാം. ആ തോട്ടവും അച്ഛൻ്റെ മറ്റു സ്വപ്നങ്ങൾ പോലെ തന്നെ അവസാനിച്ചങ്ങളെ എന്ന് പറയാം. അതിൻ്റെ രജിസ്ട്രേഷൻ ഗംഗേച്ചിയുടെ കല്യാണ ശേഷം നടത്താനായിരുന്നത്. ഗംഗേച്ചിയുടെ നിശ്ചയത്തിന് മുന്നേ തന്നെ അച്ഛൻ മരിച്ചില്ലേ? അങ്ങനെ ആ തോട്ടം എന്ന സ്വപ്നവും
അതോടുകൂടി അവസാനിച്ചു. അവൻ ആ തോട്ടം മേടിക്കാൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ ചെയ്ത കാശ് സ്വരുക്കൂട്ടിയത്. ഇങ്ങനെ രാപ്പകലില്ലാതെ അധ്വാനിച്ച നിന്റെ പ്രായം മറന്നുള്ള ഈ അധ്വാനം ശരീരത്തിന് നല്ലതല്ലെന്ന് ഞങ്ങൾ എല്ലാവരും എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അതൊന്നും അവൻ ചെവിക്കൊള്ളാതെയാ ആ തോട്ടം മേടിക്കാൻ ഇത്രയേറെ കാശുണ്ടാക്കിയത്. അത് കൊടുത്തുന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പം എന്ത് പറയണമെന്നറിയാതെ കാവേരി നിൽക്കുക. ഒരിക്കൽ കൂടി കാവേരിയുടെ യാത്ര പറഞ്ഞ നാരായണേട്ടൻ അവിടുന്ന് ജയപാലന്റെ യഥാർത്ഥ മുഖമൂടി വലിച്ചു ചീന്തിക്കൊണ്ടാണ് കേട്ടോ നാരായണന്റെ പടിയിറക്കം. നാരായണേട്ടൻ പറഞ്ഞ ഓരോ സത്യങ്ങളും ജയപാലനെ പ്രതിയാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അപ്പൊ കാവേരി അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ നാരായണേട്ടൻ കൊണ്ടുവന്ന ആ പെട്ടി തുറന്നു നോക്കുക ശാരദയും മക്കളും. ആ പെട്ടിയിലെ ഓരോരോ സാധനങ്ങളും അവരുടെ ഓരോ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം കൊണ്ടുപോയതാണ് കേട്ടോ. പെട്ടെന്ന് ഒരു കുഞ്ഞുടുപ്പ് ശാരദ എടുക്കുക. ഇത് നിളമോളുടെ ഉടുപ്പാ, ഇവള് ചെറുപ്പത്തിൽ ഇട്ടിരുന്ന ഉടുപ്പാ ഇത് പറയാ. പെട്ടെന്ന് നിട്ടില അത് തട്ടിപ്പറിച്ച് മേടിക്കും. ഇതിട്ടതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ലല്ലോ അമ്മേ. പിന്നെ നീ ഇത് ഓർത്ത് വെക്കുന്ന പ്രായമായിരുന്നല്ലോ എന്ന് അപ്പം കളിയോടെ ശാരദ പറയണേ. പെട്ടെന്ന് കുറച്ച് വളകള് നമ്മുടെ യമുനയുടെ ശ്രദ്ധയിൽപ്പെടുക. അമ്മേ ഇത് നോക്കിക്കേ, ഇത് എൻ്റെ വളകളാ എന്ന് പറയാം. ആ ഏതോ കൂട്ടുകാരൻ്റെ മകളുടെ കയ്യിൽ ഈ വള കണ്ടിട്ട് ഇത് യമുനമോക്ക് ചേരുമെന്നും പറഞ്ഞ് ഒരുപാട് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതാ ഈ വളകള് നിങ്ങളുടെ അച്ഛൻ എന്ന് പറയണേ കേട്ടോ. പെട്ടെന്ന് കുറച്ച് മുത്തുമാലകൾ ശ്രദ്ധയിൽപ്പെടുകയാണ്. ദേ അമ്മേ ഇത് എൻ്റെ മുത്തുമാലകളാ എന്ന് പറയാ. അരവിന്ദേട്ടൻ എല്ലാവരുടെയും ഓരോരോ സാധനങ്ങളും പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചത് എന്ന് പറയാ. പെട്ടെന്ന് ശാരദയുടെ ശ്രദ്ധയിൽ ഒരു കുഞ്ഞ് ആൽബം ഉണ്ടാവുകയാണ് കേട്ടോ. ആ ആൽബം തുറന്നു നോക്കുമ്പോൾ അതിൽ ഇവർ ഓരോരുത്തരുടെയും കുഞ്ഞിലെ മുതലുള്ള ഫോട്ടോകളും ശാരദയുടെയും അരവിന്ദിന്റെയും ചെറുപ്പത്തിലെ ഫോട്ടോയും എല്ലാം ഉണ്ട്. ഇത് നോക്കിക്കേ അമ്മേ, നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ ഇതിലുണ്ട് എന്ന് പറയാ. ദേ ഈ ഫോട്ടോ എന്നും പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് ശാരദ കാണിക്കുക. എൻ്റെ എത്ര ഫോട്ടോകൾ എടുത്താലും ഇത്രത്തോളം ഭംഗിയുള്ള ഒരു ഫോട്ടോയും വേറെ ഒന്നും ഇല്ല എന്ന് അരവിന്ദേട്ടൻ എപ്പോഴും പറയുക എന്നും പറഞ്ഞ് ശാരദ കരയും കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ കാവേരിയുടെ ശ്രദ്ധയിൽ ഒരു ഡയറി പെടുന്നത്. അവളതെടുത്ത് മറിച്ചു നോക്കുവാണേ. അപ്പം അതിൽ ഓരോ പേജ് മറിക്കും തോറും കാവേരിയുടെ മുഖത്ത് ഉണ്ടാകുന്ന ജിജ്ഞാസയും ആകാംക്ഷയൊക്കെ നമ്മുടെ ഗംഗ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അമ്മയുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചൊരു ചോദ്യം വേണ്ട എന്ന് കരുതി ഗംഗ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. പക്ഷെ കാവേരി ആ ഡയറി എടുത്തുകൊണ്ട് അങ്ങ് പുറത്തേക്ക് പോവുക. അതിലെ ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കുക. അത് ഓരോന്നും വായിക്കും തോറും ജയപാലനെ കൊല്ലാനുള്ള ദേഷ്യം കാവേരിക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ ഗംഗ കാവേരിയുടെ പിന്നാലെ ചെല്ലുക. എന്താടി നീ എന്താ പെട്ടെന്ന് പോകുന്നേ, നിന്റെ മുഖം എന്താ പെട്ടെന്ന് മാറിയേ എന്ന് ഗംഗ ചോദിക്കുക. ഗംഗച്ചി ഇതൊന്ന് നോക്കിക്കേ, ഇത് അച്ഛൻ്റെ ഡയറിയാ. ഇതിൽ ഓരോ മാസം നമുക്ക് അയക്കുന്ന തുകയുടെ കണക്കുകൾ, തോട്ടം മേടിക്കാനെന്നും പറഞ്ഞ് അച്ഛൻ ജയപാലങ്ങളിന് അയച്ചു കൊടുത്ത കാശിന്റെ കണക്ക് എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കി, എത്ര വലിയ തുക അയാളുടെ കയ്യിലേക്ക് അച്ഛൻ അയച്ചു കൊടുത്തിരിക്കുന്നതെന്ന്. ഇത്രയും തുകകൾ മാസം മാസം വീട്ടാവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജയപാലനെ പ്രതികൂട്ടി നമ്മുടെ ഗംഗയും പറയാം, നമ്മുടെ കുടുംബത്തെ അയാൾ ചതിച്ചത് തന്നെയാ കാവേരി എന്ന് പറയാം. എന്നിട്ട് അയാൾ നമ്മുടെ മുന്നിൽ എത്ര മാന്യനായിട്ടാ അഭിനയിച്ചു നിന്നത്. ചേച്ചിക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മൾ പോയപ്പം തോട്ടത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? തോട്ടം മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും 10 പൈസ അച്ഛൻ അയാൾക്ക് കൊടുത്തിട്ടില്ലെന്നല്ലേ, തോട്ടത്തിന്റെ ഒരു കാര്യങ്ങളും മുന്നോട്ട് നീക്കിയിട്ടില്ലെന്നല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? മാസങ്ങളായിട്ട് അച്ഛന് ശമ്പളം കിട്ടുന്നില്ലത്രേ. അച്ഛൻ നമ്മളെ അറിയിക്കാതിരിക്കാൻ എല്ലാം മറച്ചു വെച്ചതാണത്രേ. ജയപാലങ്കിളിനോട് മാത്രമേ സങ്കടങ്ങൾ തുറന്നു പറയൂ അത്രേ. എന്തൊക്കെ കള്ളങ്ങളാ അയാൾ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. നമ്മുടെ അച്ഛനെ വെറും കടക്കാരനാക്കിയത് അയാൾ ഒറ്റ ഒരുത്തനാ, അയാൾ ദുഷ്ടനാ ചേച്ചി എന്ന് പറയാ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗംഗ പറയും, അതേ മോളെ ഇപ്പം എല്ലാ തെറ്റുകളും അയാൾ തന്നെ ചെയ്തതെന്നാ തോന്നുന്നേ. നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ചേർത്തതും അയാൾ ഒറ്റ ഒരുത്തനാ. അങ്ങനെയാണെങ്കിൽ വെറുതെ വിടാൻ പാടില്ല. ഗംഗേച്ചി പോരുന്നോ? ഇപ്പം തന്നെ ഇത് അയാളോട് ചോദിച്ചേ പറ്റൂ. വേണ്ട മോളെ, നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. നമ്മൾ ഇതിപ്പം ചെന്ന് ചോദിച്ചാലും അയാൾ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ചേച്ചി. അയാളോട് എനിക്കിത് ചോദിച്ചാലേ എനിക്കിന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞ് കാവേരി ആ ഡയറി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ നേരെ ജയപാലന്റെ വീട്ടിലേക്ക്. അപ്പൊ ജയപാലൻ അവിടെ തിണ്ണിൽ തന്നെ ഇരുന്ന് കണക്കുകൾ നോക്കുക. അപ്പൊ കാവേരി കാണുമ്പോൾ ഒരു പുച്ഛത്തോടെ അവിടെ ഇരിക്കുകയാണ്. എന്താ അങ്കിളെ വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക. അതോ കുറച്ച് കണക്കുകളിലെ എവിടെയോ തെറ്റുകൾ, അതൊന്നും നോക്കുമായിരുന്നു. ഓ ഇച്ചിരി കണക്കുകൾ തെറ്റിയാലും കുഴപ്പമൊന്നും ഇല്ലെങ്കിലേ അങ്കിളുണ്ടാക്കിയ കാശൊന്നും അല്ലല്ലോ എന്ന് പറയാ. അതെന്താ മോളെ അങ്ങനെ ഒരു സംസാരം? ഓരോ രൂപയും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ, അല്ലാതെ അതിപ്പോ എനിക്ക് നന്നായിട്ട് അറിയാലോ അങ്കിളെ. ഞങ്ങളുടെ അച്ഛനുണ്ടാക്കുന്ന കാശ്
കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റി അത് വെച്ച് ഇതുപോലൊരു മണിമാളിക പടുത്തുയർത്താൻ ഒരുപാട് അങ്കിള് കഷ്ടപ്പെട്ടെന്ന്. നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? എൻ്റെ അരവിന്ദനെ പറ്റിച്ച് ഞാൻ കാശെടുത്തുന്നോ? നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു എന്നപ്പം ജയബാലൻ ചോദിക്കുക. ദേ, അങ്കിൾ അടിച്ചു മാറ്റിയ കാശിന്റെ ഓരോ തുകയും എൻ്റെ അച്ഛനെ എഴുതി വെച്ചിട്ടുണ്ട്. തെളിവ് സഹിതമാണ് ഞാനിവിടെ വന്നു നിന്ന് ചോദിക്കുന്നേ. എന്ത് തെളിവുണ്ടെന്നാ? എൻ്റെ അരവിന്ദനെ ഞാൻ പറ്റിച്ചെന്നോ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്ന് കാവേരിയോട് എടുത്ത് ഭയങ്കര മോശപ്പെട്ട് സംസാരിക്കാണ് കേട്ടോ ജയബാലൻ. അത് കേൾക്കുമ്പം കാവേരി പറയും, അങ്ങളുടെ ശബ്ദമൊക്കെ അങ്ങളുടെ മക്കളുടെ മുന്നിൽ ഉയർത്തിയാൽ മതി, എന്നോട് എടുക്കണ്ട. നിങ്ങൾ ചെയ്ത ചെറ്റത്തരത്തിന്റെ മുഴുവൻ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അച്ഛൻ ആരെയും പറ്റിച്ചിട്ടില്ല. തോട്ടം മേടിക്കാൻ കാശ് തന്ന കണക്കധികം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാ ഞാൻ ചോദിക്കാൻ വന്നത്. ഒരു തെളിവും കിട്ടാതെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ ഞാൻ ധൈര്യം കാണിക്കുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇത്രയും മതി അങ്കിളെ, കഷ്ടപ്പെട്ട് ഒത്തിരി പറ്റിച്ചുണ്ടാക്കിയിട്ടില്ലേ? ഇനി കുറച്ച് കണക്കുകൾ തെറ്റിയാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാം. നീ എന്തൊക്കെയാടി വിളിച്ച് പറയുന്നത്? നീ ഇവിടെ വന്ന് സംസാരിച്ചത് ശാരദ കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുക. അമ്മയൊരു മണ്ടിയാണല്ലോ, അമ്മയെ പറ്റിക്കാൻ ആർക്കും പറ്റും. അതുപോലെയല്ല ഈ കാവേരി. എൻ്റെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയ എല്ലാ തുകയും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് കാവേരി ദേഷ്യം